Good evening. Good evening, ma'am. Good evening, Danya. Good evening, Danya. രണ്ട് പേരെ വന്നിട്ടുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ട് പറഞ്ഞ് അല്ലെ മൈൻഡ് അപ്പ് ചെയ്തു അല്ലെ ഒരു ചാപ്റ്റർ. ഇന്നലെ വീട്ടിൽ ഇരുന്നിട്ട് വായിച്ചു വെക്കോ? രാത്രി ഇന്ന് വായിച്ചു വെക്കോ? വായിച്ചോ? വായിച്ചല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് വേറൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നാ പറയുന്നത് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. മൊഡ്യൂൾ 1 പാർട്ട് 2 യൂണിറ്റ് 5 കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറയുന്നേ? ധന്യ. ഓക്കെ മാം. എന്ത് ജിഷ മിസ് വന്നില്ലേ ഇന്ന്? ജിഷ മിസ് വരൂ കേട്ടോ. അത് ഇന്ന് വരാൻ പറ്റിയില്ല. ഇന്നലെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചാണ്, ഇന്ന് ജിഷ മിസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട്. ഇന്ന് പെട്ടെന്നാണ് ഇത് മാറ്റം വന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ ഞാനാണെന്ന്? ഞാൻ നോക്കിയില്ല മാം. ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ആ ഒരു ചാപ്റ്ററിന്റെ സ്ലൈഡ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല ഞാൻ. അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഇതിപ്പോ നിങ്ങൾ കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നില്ലേ? മാം ചാപ്റ്ററിന്റെ നെയിം ഒന്നുകൂടി പറയാം. ചാപ്റ്ററിന്റെ നെയിം ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. യൂണിറ്റ് 5 മൊഡ്യൂൾ 1 പാർട്ട് 2 യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഇവിടെ പറയുന്നത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എന്താണ് ഒരു പ്രായം വരെ കുഞ്ഞുങ്ങളിലെ ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്, എങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്, എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എന്താണ്, അങ്ങനെ ഓരോ സ്റ്റേജ് ഉണ്ട് ആ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്. കുഞ്ഞുങ്ങളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഓരോ സ്റ്റേജുകളായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ആദ്യത്തേത് എന്താണെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അപ്പൊ നമ്മൾ ആദ്യം ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ സ്ലൈഡിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ബർത്ത് ടു 5 months, അതായത് കുട്ടിയുടെ ജനനം തുടങ്ങി 5 മാസം വരെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമില് കുട്ടിക്ക് എങ്ങനെയാണ് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, അധികം ഇതൊന്നും ഉണ്ടാവൂല അല്ലെ? നമ്മൾക്ക് അറിയാം കുഞ്ഞ് 5 മാസം വരെ കുഞ്ഞ് എന്ത് പറയാനാണ്. പക്ഷെ ചില കാര്യങ്ങളില് കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്നാണ് ആദ്യം ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കിയേ, ഹൂസ്. ഹൂസ് കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഹൂസ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും ധന്യ? അറിയില്ല മാം. അതായത് കൊഞ്ചലോടെ ഉള്ള കരച്ചില്, ചിരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്? ഹൂസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? രണ്ടാമത്തത് ഇതേ കൊടുത്തിരിക്കുക നോക്കിയേ, വോക്കലൈസസ് പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ സൗണ്ട്സ് ഡിഫറെന്റ്ലി, ലാവ്സ്, ഗിഗിൾസ്, cries or hisses, makes noise when talking to.
അതായത് കുഞ്ഞ് ചിരിക്കുന്നു. അതായത് ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾക്കറിയാലോ, ഉറക്കത്തില് കുഞ്ഞ് ചിരിക്കുന്ന ആ ഒരു പ്രായത്തില് കുഞ്ഞ് ഉറങ്ങുമ്പോ കിടന്ന് വല്ലാതെ ചിരിക്കും, വല്ലാതെ കരയും. അതുപോലെ തന്നെ എന്താണ് ഒച്ച, അതായത് കൂടുതലുള്ള സൗണ്ട്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കും, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദൈനിക്ക് എത്ര വയസ്സുള്ള കുട്ടികളാ ഉള്ളത്? മാം രണ്ടാളാണ്. മൂത്തയാൾക്ക് 15 വയസ്സായി, രണ്ടാമത്തെ ആൾ 8 വയസ്സ്. 8 വയസ്സല്ലേ? രമ്യക്കോ? ഇപ്പൊ 3 month ആയിട്ടുള്ളൂ. 3 month ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ രമ്യ തന്നെ പറയുമല്ലോ എന്തൊക്കെയാ? എന്താ എന്താ രമ്യ? ഞാൻ കേട്ടില്ല. അവരിങ്ങനെ ചിരിക്കും. അതായത് കേൾക്കുന്നില്ല. 3 മാസം എന്നല്ലേ ഉദ്ദേശിച്ചേ? 3 മാസം. 3 മാസം അല്ലേ? ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ? അപ്പൊ ശരിയാണ് അല്ലേ? ഓക്കെ, എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ഇങ്ങനെ അവര് ചിരിക്കോ? അവര് ഇങ്ങനെ എല്ലാരും കാണുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചലോടെ ചിരിക്കുക. കൊഞ്ചലോട് ചിരിക്കുന്നു അല്ലെ? പിന്നെ കരയുന്നു അല്ലെ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലാഫ്, മുകളിലോട്ട് നോക്കിയൊക്കെ കളിക്കും, അങ്ങനെയാണോ പറഞ്ഞത്? കാലും കൈയൊക്കെ അടിച്ചിങ്ങനെ കളിക്കും, പിന്നെ മുകളിലേക്ക് നോക്കി കളിക്കും അല്ലെ? പിന്നെ നമ്മൾ സംസാരിക്കുമ്പോ കുഞ്ഞെന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാറുണ്ടോ? അവര് സംസാരിക്കാൻ നോക്കും, നമ്മളെ ക്യാച്ച് ചെയ്യാൻ അങ്ങനെ നോക്കൂ. ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കൂ അല്ലെ? പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്യാനുണ്ടോ ഇതിനകത്ത്? 5 മാസം വരെയുള്ള കുട്ടികളിലാണെങ്കിൽ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ആദ്യം ഹൂസ്, പിന്നെ രണ്ടാമത്തേത് വോക്കലൈസസ് പ്ലഷർ ആൻഡ് ഡിസ്പ്ലഷർ സൗണ്ട്സ് ഡിഫറെന്റ്ലി, ലാഫ്സ്, ഗിഗിൾസ്, ക്രൈസ് ഓർ ഫിസസ്, മേക്സ് നോയ്സ് വെൻ ടോക്ക് ടു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. നോട്ട് കയ്യിലില്ലേ? കയ്യിലിപ്പോ നോട്ടില്ലേ? ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ബർത്ത് ടു 5 months വരെയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സ്മൃതി ഇപ്പൊ ജോയിൻ ആയുള്ളോ? സ്മൃതി, ഞാൻ സ്ലൈഡിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ ചാപ്റ്റർ ആണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നാ പേര് കേട്ടോ. ഓക്കെ, അതിനകത്ത് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റാ പറയുന്നത്. ഓക്കെ, ജനിച്ചു കഴിഞ്ഞ് ഒരു പ്രായം വരെയുള്ള കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ബർത്ത് തുടങ്ങി 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹൂസ് എന്നാണെന്ന് കേട്ടോ. അതായത് കൊഞ്ചലോട് കൂടിയുള്ള ചിരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അധികമായിട്ട് ചിരിക്കുക, കൂടുതൽ കരയുക, പിന്നെ എന്താണ് സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെയുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞ് ജനിച്ചുള്ള പീരീഡില് സംഭവിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നോട്ടില് എഴുതുക. രാജി കേട്ടോ? പറഞ്ഞത് കേട്ടോ? ഇല്ല, കേട്ടില്ല. ഓക്കെ, ബാക്കിയുള്ളവര് നോട്ട് ചെയ്യാം കേട്ടോ. ഞാൻ രാജിനോടൊന്ന് സംസാരിക്കട്ടെ. അതായത് നമ്മളിപ്പോ പുതിയ ചാപ്റ്റർ ആണ് തുടങ്ങിയത്. ഇത് നമ്മുടെ കയ്യിലുള്ള സ്ലൈഡ് അല്ല, എന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഇതിനകത്ത് കുഞ്ഞുങ്ങളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഇത്ര വയസ്സ് വരെയുള്ള കുഞ്ഞിന്റെ ഭാഷ, അതായത് ആ ഒരു ഭാഷ വളർന്നു വരുന്ന ഒരു സാഹചര്യം, എങ്ങനെയാണ് കുഞ്ഞിന്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും, കുഞ്ഞ് സംസാരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് ബർത്ത് ടു 5 months, അതായത് കുഞ്ഞ് ജനിച്ച് 5 മാസം വരെയുള്ള ആ ഒരു പീരീഡില്
എന്തൊക്കെയാണ് കുഞ്ഞിനുണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് കോളത്തിൽ കാണുന്നുണ്ടോ? രാജു കാണുന്നുണ്ടോ? കണ്ടോ? കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലേ? അതായത് കുഞ്ഞ് എന്താണ്, കൊഞ്ചലോട് കൂടി എന്താണ്, ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഉറക്കത്തിൽ എന്താണ്, നന്നായിട്ട് ചിരിക്കുന്നു, ഉറക്കത്തിൽ കുഞ്ഞ് കരയുന്നു. അതുപോലെ തന്നെ അച്ഛനമ്മമാര് സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അതായത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞ് ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ നടക്കുന്നത്. കൂടാതെ രമ്യ ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈയും കാലും ഒക്കെ അടിച്ച് എന്ത് ചെയ്യുക, ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുമ്പോ ഞാൻ മാത്രമല്ല പറയുന്നത്, നിങ്ങളും പറയണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ രമ്യക്ക് 3 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. അപ്പൊ രമ്യക്ക് അറിയാം എന്തൊക്കെയാണ് കുഞ്ഞിന് ആ ഒരു സ്റ്റേജില് ആ കുഞ്ഞിന്റെ ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് രമ്യക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇനിയുള്ള അങ്ങോട്ട് ഞാൻ ഇനി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ആ പ്രായമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എന്നോട് ഷെയർ ചെയ്യണം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ബർത്ത് ടു 5 months വരെയുള്ള കാര്യം നോട്ട് ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്തായിരുന്നോ? എല്ലാവരുടെയും കഴിഞ്ഞോ? നോട്ട് ചെയ്തോ? ചെയ്തു മാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, 6 to 11 months ആണ് കേട്ടോ. 6 to 11 months, അതായത് കുഞ്ഞിന് 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള ആ ഒരു പീരീഡില് കുഞ്ഞിനുണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഫസ്റ്റ് ഇവിടെ പറയുന്നത് അണ്ടർസ്റ്റാൻഡ്സ് നോ നോ, അതായത് ഇല്ല ഇല്ല എന്ന് കുഞ്ഞു മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ വേണ്ട വേണ്ട എന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ കുഞ്ഞിന് വേണ്ട എന്നാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഭക്ഷണം കൊടുക്കുകയാണ് കുഞ്ഞിന്, അപ്പൊ കുഞ്ഞെന്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അപ്പൊ എന്താ, കുഞ്ഞിന് വേണ്ട എന്നാണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുമല്ലോ, ചിലപ്പോൾ അത് തട്ടിക്കളയും അല്ലെങ്കിൽ തട്ടി മാറ്റിയൊക്കെ ചെയ്യും കുഞ്ഞ്. അപ്പൊ എന്താണ് ആ ഒരു അണ്ടർസ്റ്റാൻഡ് വരുന്നത്, അതായത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് വരുന്നത് ഏത് സ്റ്റേജിലാണ്? 6 to 11 months വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്സ് നോ നോ, ഇല്ല ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് 6 to 11 months-നുള്ളിലാണ്. നെക്സ്റ്റ്, ബബിൾ സേസ് ബാ ബാ ബാ. അറിയാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് അല്ലെ? അതായത് ബാ 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 എന്ന് വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നു. ഓക്കെ, ആ ഒരു സൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ബാ 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 എന്നത് കുഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മാമ അല്ലെങ്കിൽ ഡാഡ അങ്ങനെയുള്ള സൗണ്ട്സുകൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞുണ്ടാക്കുന്നത്, കുഞ്ഞ് പറയുന്നത് ഈ ഒരു പീരീഡിലാണ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാറുണ്ടോ കുഞ്ഞ്? ഈ ഒരു പീരീഡിലുള്ള കുഞ്ഞ് ഉണ്ടാക്കാറുണ്ടോ ബാ 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 എന്ന്? ഉണ്ടാക്കാറുണ്ട് അല്ലെ? പിന്നെ മാമ, ഡാഡ അങ്ങനെയുള്ള സൗണ്ട്സുകളൊക്കെ എന്താണ് കുഞ്ഞ്, അതായത് ഞാൻ പറയുന്നത് പോലെ വ്യക്തമായിരിക്കില്ല കേട്ടോ അവര് പറയുന്നത്. ഡാ ഡാ എന്നൊക്കെ എന്താണ് കുഞ്ചി ആയിരിക്കും പറയുക, അല്ലെങ്കിൽ മാമ എന്നൊക്കെ എന്താണ് കൊഞ്ചി ആയിരിക്കും കുഞ്ഞ് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് അതിന്റെ അർത്ഥം അറിയുന്നുണ്ടാവില്ല, വിത്തൗട്ട് മീനിങ് അവർക്ക് അറിയില്ല. ചിലപ്പോ അതായത് അമ്മയാണെന്ന് അവർക്കറിയാം, കാരണം ഡെയിലി കാണുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. പക്ഷെ എന്താണ് അമ്മ എന്നുള്ളതിന് അർത്ഥം, അല്ലെങ്കിൽ ഇതാണ് പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രായമല്ല. എന്നാലും എന്താണ് അവര് നമ്മള്, അതായത് എപ്പോഴും, അതായത് മറ്റുള്ളവരും, ഇപ്പൊ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയെന്നൊന്നും ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവില്ല. ചിലപ്പോ അതായത് ഇപ്പൊ ഒരു കുറെ അംഗങ്ങളൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ ഈ ഒരു, അതായത് കുഞ്ഞിന്റെ അമ്മയെ എന്താണോ അവര് വിളിക്കുന്നത്, ചിലപ്പോ പേരെടുത്തായിരിക്കാം വിളിക്കുന്നത്. അപ്പൊ ആ പേരെടുത്തായിരിക്കും കുഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ അമ്മ അമ്മ എന്നല്ലാതെ വേറെ എന്തെങ്കിലും പേരില് വിളിക്കുന്നത് ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ഫാമിലി വിളിക്കോ? ഉസൈല മോന് പേര് വിളിക്കാൻ, രണ്ടാമത്തെ മോന് എല്ലാരും വിളിക്കുന്ന കേട്ടിട്ട്
എല്ലാരും വിളിക്കുന്നതായിട്ട് എന്താ വിളിക്കുക അപ്പോ? അത് ശരിക്കും പേര് വ്യക്താവൂല. അങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് എല്ലാരും വിളിക്കുന്ന കേട്ടിട്ട് അങ്ങനെ വിളിക്കൂ. വിളിക്കോ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ എന്താണ് വിളിക്കാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ, ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് ബൈ ആക്ഷൻസ് ഓർ ഗസ്റ്റേഴ്സ്. അതായത് എന്തെങ്കിലും ആക്ഷൻസിലൂടെയോ അല്ലെങ്കിൽ ആംഗ്യങ്ങളിലൂടെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവര് ശ്രമിക്കുന്നു. ഇപ്പോ അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് പാരന്റ്സ് ആണ് അല്ലെ? അപ്പൊ പാരന്റ്സിനോട് അവരെന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പാരന്റ്സിനോട് തന്നെയാണ്, അതായത് നമ്മളോട്. അപ്പൊ നമ്മളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഒന്നില്ലെങ്കിൽ ആക്ഷൻസിലൂടെയാണ്, അല്ലെങ്കിൽ എന്താ പറയാ ആംഗ്യങ്ങൾ അല്ലെ, അങ്ങനെ അത് ഗസ്റ്റേഴ്സിലൂടെയാണ് അവരത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ പോണം എന്നാണ് അവർക്ക് പറയാനുള്ളതെങ്കിൽ എന്താ ചെയ്യുക? അവര് ആ ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കും. ഓക്കെ. അപ്പൊ തൊട്ടടുത്ത് ഒരു ചോക്ലേറ്റിന്റെ കട ഉണ്ടെന്ന് വിചാരിക്കുക, കുട്ടിക്ക് അവിടെ പോണം എന്നാ പറയാ. അപ്പൊ പോണം എന്ന് പറയുമ്പോ എന്താണ്? അപ്പ അല്ലെങ്കിൽ അമ്മ അവിടെ അവിടെ അല്ലാണ്ട് ചൂണ്ടിയാ കാണിക്കുന്നത്. കുഞ്ഞ് ഫിംഗർ കൊണ്ട് എന്ത് ചെയ്യുന്നു? ചൂണ്ടിക്കാണിക്കുന്നു, അമ്മോട് പോണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പോ കാറില് പോണം അല്ലെങ്കിൽ ബൈക്കിൽ പോണം എന്നൊക്കെ ആണെങ്കിൽ കുഞ്ഞ് എന്താ ചെയ്യുക? ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന അല്ലെ? ഇപ്പൊ ബൈക്കൊക്കെ ആണെങ്കിൽ എന്താണ്? ആക്ഷൻ കാണിക്കും, കൈകൊണ്ട് എന്ത് ചെയ്യും? ആ ബൈക്കുമ്മ പിടിക്കണ പോലെ എന്ത് ചെയ്യും? കാണിക്കും, എന്നിട്ട് പോണം എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? കുഞ്ഞ് പറയുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്താണ്? അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കുഞ്ഞ് പറയുന്നു എനിക്കത് വേണം എന്ന് പറയുന്നു. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? നമ്മൾ കുഞ്ഞിന്റെ പാരന്റ്സ് ആയതുകൊണ്ട് എന്താണ്? നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞെന്ന് പറയുന്നത് ആക്ഷൻസിലൂടെയോ അല്ലെങ്കിൽ ഗസ്റ്റേഴ്സിലൂടെയൊക്കെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ഓക്കെ. രാജീവ് എന്തെങ്കിലും പറയാനുണ്ടോ? ശരിയാണോ ഇവിടെ പറയുന്നത്? അതെ ശരിയാണ് അല്ലേ? ഓക്കെ. ഓക്കെ. ട്രൈസ് ടു നെക്സ്റ്റ് പോയിന്റ് ആണ്, ട്രൈസ് ടു റിപ്പീറ്റ് യുവർ സൗണ്ട്സ്. ഓക്കെ. സേസ് ഫസ്റ്റ് വേർഡ്. അതായത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതായത് നമ്മൾ പറയുന്ന, അപ്പൊ നമ്മള് പാരന്റ്സ് ആണെങ്കിൽ നമ്മൾ കുഞ്ഞിന്റെ പാരന്റ്സ് പറയുന്ന സൗണ്ട്സ്, അവരെന്തൊക്കെയാണോ സൗണ്ട്സ് പറയുന്നത് അത് പറയാനായിട്ട് അവര് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല കേട്ടോ, അത് പറയാനായിട്ട് അവര് ശ്രമിക്കുന്നു. ഇപ്പൊ നമ്മള് നമ്മുടെ അമ്മേനെ വിളിക്കുകയാണ് കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച്, അമ്മ എന്ന് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മമ്മ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താണ്? ആ ഒരു സൗണ്ട് കുഞ്ഞെന്ത് ചെയ്യാണ്? പറയാനായിട്ട് ശ്രമിക്കും, ആ ഒരു ശബ്ദം പറയാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മള് ഹസ്ബൻഡിനെ എന്താണ്? ചേട്ടാ എന്നാണ് വിളിക്കുന്നതെങ്കിൽ കുഞ്ഞെന്താണ്? അത് പറയാനായിട്ട് നോക്കും. ചേട്ടാ ചേട്ടാന്ന് ചിലപ്പോ വരില്ല, ചേന്നൊക്കെ ആദ്യം ഒരിക്കലും വരിക കേട്ടോ ആ ഒരു പ്രായത്തിലാവുമ്പോ. അങ്ങനെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും എന്താണ്? കുഞ്ഞ് പറയാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമുക്ക് മൂത്ത കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൂത്ത കുട്ടീനെ ചിലപ്പോ എന്താണ്? പേരായിരിക്കും വിളിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേറ എന്നാണ് മൂത്ത കുട്ടിയുടെ പേരെങ്കിൽ കുഞ്ഞ്, ഇളയ കുഞ്ഞ് ഇത് കേട്ട് സേറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? കുഞ്ഞ് പറയാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. ഇനി ഫസ്റ്റ് വേർഡ്, അതായത് ഞാൻ പറഞ്ഞു, അതായത് ഒരു വാക്ക് കുഞ്ഞ് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിൽ കുഞ്ഞിന് ആ പ്രായത്തിൽ വരണമെന്നില്ല. ഫസ്റ്റ് ലെറ്റർ ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് വേർഡ് ആണ് കുഞ്ഞ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് പറയാനായിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്? 6 to 11 months വരെയുള്ള ആ ഒരു പീരീഡില് കുഞ്ഞിനുണ്ടാകുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതും ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാണ്, അണ്ടർസ്റ്റാൻഡ്സ് നോ നോ, ഇല്ല ഇല്ല എന്ന് കുഞ്ഞു മനസ്സിലാക്കുന്നു. ബാ 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 ആ ഒരു സൗണ്ട് കുഞ്ഞുണ്ടാക്കുന്നു. മാമ ദാദ അങ്ങനെയുള്ള സൗണ്ട്സ് കുഞ്ഞുണ്ടാക്കുന്നു. അതും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ വിതൗട്ട് മീനിങ്ങിലാണെന്ന് പറയുന്നത് ഈ ഒരു വേർഡ്സ് ഒക്കെയും കുഞ്ഞ് പറയുന്നത്. ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് ബൈ ആക്ഷൻസ് ഓർ ഗസ്റ്റേഴ്സ്. ആക്ഷൻസിലൂടെയും ഗസ്റ്റേഴ്സിലൂടെയും കുഞ്ഞ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ ലെറ്ററുകളും എന്താണ്? റിപ്പീറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞ് ശ്രമിക്കുന്നു. ഫസ്റ്റ് വേർഡ് ആണ് കുഞ്ഞെന്ത് പറയാ? ഈ ഒരു പീരീഡില് പറയാം.
ഓക്കെ, മനസ്സിലായില്ലേ? സ്മൃതി, മനസ്സിലായി മിസ്സേ. സ്മൃതി എന്താണ് പറയാനുള്ളത്? നമ്മൾ 2 സ്റ്റേജ് ഇപ്പൊ പറഞ്ഞു. 5 months വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ 11 months വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സ്മൃതിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. എങ്ങനെയായിരുന്നു സ്മൃതി? കുഞ്ഞെങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റേജിൽ? കുഞ്ഞിനിപ്പോ എത്ര വയസ്സായി? കുഞ്ഞിനിപ്പോ 18 മാസമായി. 18 മാസം അല്ലേ? ഓക്കെ, അപ്പൊ സ്മൃതി തന്നെയാണ് പറയാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാള്. ഒന്ന് പറയാമോ എങ്ങനെയാണെന്ന്? ആ, ഇപ്പൊ അവള് നമ്മളെ ചുറ്റുപാടുള്ള സ്ഥിരം പരിചയ സാധനങ്ങളൊക്കെ ഉം. ചോദിച്ചത് കാണിച്ചു തരും. ആ ഇപ്പം നമ്മുടെ ബെഡ്, മേശ, അതേപോലെ പുറത്തുള്ള ഇങ്ങനെ കോഴി, ചക്ക, കാക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു തരും. ആ. പിന്നെ അതെല്ലാം അത് പറയാനും നോക്കും. അപ്പൊ അതിലും കൂടുതൽ നമ്മള് സൗണ്ട് കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കായിരിക്കും അവൾക്ക് ചിലപ്പോ കേൾക്കുക. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ചക്ക എന്നുള്ളതിൽ കാന്നുള്ള നമ്മൾ കൂട്ടി പറയുന്നത് ചിലപ്പോ കാന്ന് വരത്തുള്ളൂ, ചില കാക്ക എന്നുള്ളതിൽ കായേ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ കാര്യങ്ങള് പറയാറുണ്ട്. ആ പിന്നെ ഇപ്പം ഏട്ടനൊക്കെ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ എവിടെ പോയി ചോദിക്കുമ്പോ ടാറ്റ പോയി എന്നുള്ള കൈ കൊണ്ട് കാണിക്കും. ആ. അങ്ങനെ അവൾക്ക് പറ്റുന്ന ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവള് ചെയ്യാറുണ്ട്. ആ. ഓക്കെ, ആ അത്രേ ഉള്ളു അല്ലേ? ഓക്കെ. രമ്യ, രമ്യ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ധന്യ, ഒന്ന് ഓർത്തു നോക്കിയേ എങ്ങനെയൊക്കെയായിരുന്നു കുഞ്ഞ് ഈ ഒരു പീരീഡില്? സ്മൃതി പറഞ്ഞതെല്ലാം പോലെ തന്നെ മാം. അതൊക്കെ തന്നെയാണ്, എന്നാലും ആ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേ എന്തൊക്കെയാണ് രമ്യയുടെ കുഞ്ഞ് എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട്? ഏതൊക്കെ വേർഡുകളാണ് ഒരു പീരീഡില് പറഞ്ഞത് കുഞ്ഞി പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ലേ ധന്യക്ക്? ഇതൊക്കെ തന്നെ മാം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഒരു 3 months ആകുമ്പോൾ തന്നെ ഇങ്കേ എന്ന് പറഞ്ഞിട്ട് ഒച്ചയാക്കലുണ്ട് വിശക്കുന്ന ഒരു സമയത്ത്. ഇങ്കേ ആ ഇങ്കേ, ആ ഒരു ഒച്ച, ആ സൗണ്ട്. ആ അത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഇങ്കേ അങ്ങനെയാ പറയുന്നെന്നുള്ളത്. ആ വിശക്കുമ്പോ വിളിച്ചു കൂവലുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. വിളിച്ചു കൂവലുണ്ടായിരുന്നു അല്ലെ? നല്ല സൗണ്ട് പറയും. നല്ല സൗണ്ടിൽ പറയും. ഓക്കെ, രാജി, രാജിക്ക് എന്താ പറയാനുള്ളേ? രാജി, ഇതൊക്കെ തന്നെ. ഇപ്പൊ ധന്യ പറഞ്ഞ പോലെ ഇങ്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിച്ചു പോവും. എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ് തന്നെ. വിളിച്ചു അല്ലെ? അങ്ങനെയൊക്കെ. പിന്നെ പിന്നെന്താ, ഇങ്ങനെ പേരെടുത്ത് വലിയൊരു വിളിക്കുന്ന കേട്ട് അങ്ങനെ പേരെടുത്തൊക്കെ വിളിക്കും ആദ്യമൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ മാറി അമ്മ അമ്മ അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെയാണല്ലേ? ഓക്കെ. ഉസൈല, ഉസൈല, മിസ്സേ, ആ അതില് മിസ് പറഞ്ഞതില് അവള് മനെ മാന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതാണില്ലേ? ആ അന്നേരം അങ്ങനെ അത് സൗണ്ട് ഉണ്ടാക്കിയാണ്. അന്നേരം ഞാനിങ്ങനെ ഞാളൊക്കെ അങ്ങനെ പറയും ഉമ്മാന്നാ വിളിക്കുന്നതെന്ന് പറയും. ഉം. മാമാന്നുള്ള അന്നേരം ഇപ്പൊ മിസ് പറഞ്ഞത് ഞാൻ അതാ ഓർമ്മിച്ച്. പിന്നെ എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞിങ്ങനെ ആംഗ്യം കാണിക്കുന്നതന്നില്ലേ, അത് മോനിങ്ങനെ നമ്മളെ പിടിച്ച അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അതിങ്ങനെ കാണിച്ചു തരും. നമ്മളെ വലിച്ചു കൊണ്ടുപോകും ഡ്രസ്സ് പിടിച്ചിട്ട് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചെന്ന് ഇങ്ങനെ പറയും. പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ആംഗ്യത്തിൽ കൂടി ഇങ്ങനെ മനസ്സിലാക്കി തരും. ഉം. ആ അങ്ങനെയാണല്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ഇതൊന്ന് എഴുതി നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. 6 to 11 months. കാണാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? 6 to 11 months കേട്ടോ.
കഴിഞ്ഞോ? റൈറ്റ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞ മിസ് അതിലുണ്ടല്ലോ ഇതില്. കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഏത് മന്ത്സാ വരുന്നേ? നമ്മള് എവിടം വരെ വന്നു? നമ്മളിപ്പോ ബർത്ത് തുടങ്ങി 5 months വരെയുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം 6 6 to months 11. തുടങ്ങി 11 അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് ഏതായിരിക്കും അപ്പോ? 12 to 17. 12 to 17 months കേട്ടോ. 12 മാസം തുടങ്ങി 17 മാസം വരെയുള്ള കുഞ്ഞുങ്ങളില് എങ്ങനെയൊക്കെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ആകുന്നത്? ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ കൊടുത്തിരിക്കുന്നേ? ആൻസേഴ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. ഓക്കെ, ആൻസേഴ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. അതായത് ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വാക്കുകളില്ലാതെ കുഞ്ഞ് ഉത്തരം പറയുന്നു. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് അവര് ആൻസർ ചെയ്യുന്നത് വെർബലി അല്ല. ഓക്കെ, വെർബലി അല്ല, മറിച്ച് ആക്ഷൻസിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവര് നമുക്ക് ആൻസർ തരുന്നത്. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, നിങ്ങള് നിന്റെ ടോയ് എന്തെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, കുഞ്ഞിന്റെ അടുത്ത് ഒരു കളിപ്പാട്ടുണ്ട്, അതെപ്പോഴും കുഞ്ഞു കൂടെ കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ കുഞ്ഞിനോട് ചോദിക്കുമ്പോ കുഞ്ഞ് എന്ത് പറയാണ്? ആക്ഷൻസ് കാണിക്കാണ്. ഒന്നില്ലെങ്കിൽ ബെഡ്റൂമിൽ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, പൊട്ടിപ്പോയെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ എന്താ കുഞ്ഞ് ചെയ്യുക? അത് എന്താ പറയാ, ആക്ഷൻസ് കാണിക്കുന്നത് ചീത്തയായിരുന്നോ അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടി എന്നൊക്കെ എന്ത് ചെയ്യാണ്? കുഞ്ഞ് ആക്ഷൻസ് കാണിച്ചാണ് നമ്മളോട് ആൻസർ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ആക്ഷൻസ് കാണിക്കുന്നത്, അത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് നമ്മളോടായിട്ടാണ് പറയുന്നത്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കുട്ടി ആൻസർ ചെയ്യുന്നത് നോൺ വെർബലി ആയിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് says 2 to 3 words to label a person or object. Pronunciation may not be clear. അതായത് കുഞ്ഞ് ഈ ഒരു പ്രായത്തിൽ എന്താ ചെയ്യുന്നേ? 2 അല്ലെങ്കിൽ 3 വാക്കുകൾ, വേർഡ്സ് വരെ കുഞ്ഞ് പറയും. എന്തിനെ കുറിച്ചാ പറയുന്നേ? അതായത് ഒരു വ്യക്തി, ഒരു പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെയോ കുറിച്ച് കുഞ്ഞ് പറയാനായിട്ട്, അതായത് അവരെ ഐഡന്റിഫൈ ചെയ്ത് പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ കുഞ്ഞ് വീട്ടിലാണ് പാരന്റ്സിന്റെ കൂടെ ആരെങ്കിലും ഒരാൾ വരികയാണ്. ഓക്കെ, റിലേറ്റീവോ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ വരുവാണെങ്കിൽ അയാൾ വന്നു കുഞ്ഞുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, അയാൾ തിരിച്ചുപോയി. അതിനുശേഷം നമ്മൾ ഈവനിങ് ആകുമ്പോൾ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, ഇന്ന് ആരാ ഇവിടെ വന്നത്? അപ്പൊ കുഞ്ഞ് പറയാണ് അതായത് ആക്ഷൻസിലൂടെ ആയിട്ടാ പറയുന്നത്. എന്തെങ്കിലും ഒരു ആക്ഷൻസിലൂടെ പറഞ്ഞാൽ വന്നു വന്നു എന്ന് പറയും. അപ്പൊ അതിനെ കുറിച്ചിട്ട് അവരെന്ത് പറയും? 2 or 3 വേർഡ്സില് ഒരു വ്യക്തിയെ ലേബൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇപ്പൊ വലിയൊരാളാണ്, ഇപ്പൊ ഭയങ്കര പൊക്കമുള്ള ഒരാളാണ് കുഞ്ഞിന്റെ അടുത്ത് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ കുഞ്ഞ് വൈകുന്നേരം ആകുമ്പോ നമ്മൾ ചോദിക്കാൻ ആരാണ് വന്നതെന്ന് ചോദിക്കുമ്പോ കുഞ്ഞ് പറയും പൊക്കമുള്ള ആളെന്ന് കുഞ്ഞ് ആക്ഷൻ കാണിച്ച് പറയും. ഓക്കെ, ടോളെന്ന് പറയുമ്പോ എന്താ, വലുതല്ലേ? വലുതെന്ന് പറയുന്നത് കുഞ്ഞിന് കൗതുകം ഉണർത്തുന്ന ഒരു വാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ആന, പിന്നെ എന്താണ്, കാക്ക, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ എന്താണ് കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. കാരണം പ്രത്യേകത അത് വലുതായത് കൊണ്ട്. കാക്ക വലുതെന്നല്ലട്ട് ഞാൻ പറയുന്നത്, കാക്കയുടെ കളറാണ് കേട്ടോ.
അപ്പൊ കാക്കയായാലും എലിഫന്റ് ആയാലും എന്താണ് കളർ എന്ന് പറയുന്നത് കറുപ്പാണ്. ഓക്കെ, അത് കുഞ്ഞുങ്ങൾ കൂടുതൽ കാണാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് ഇടവരും. എല്ലാ കുഞ്ഞുങ്ങളും ജനറലി എന്താണ് ആനനെയും കാക്കിനെയൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം ആ ഒരു പ്രായത്തിലുള്ള. അതുപോലെ തന്നെ വലിപ്പം, വലിയ സാധനങ്ങളോട് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അട്രാക്ഷൻ തോന്നുന്ന ഒരു പീരീഡ് ആണത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മൾ കാണിച്ചു കൊടുക്കുവാണ് അത് ആനയാണെന്ന് പറയുമ്പോ അവരുടെ മനസ്സിലേക്ക് ആ ചിത്രം വന്ന് പതിയാണ്. എന്തുകൊണ്ടാ? ആ നിൽക്കുന്ന എല്ലാ ആളുകളെയും അപേക്ഷിച്ച് അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളെയും ഒബ്ജക്റ്റിനെയൊക്കെ അപേക്ഷിച്ച് ആന അവിടെ നിൽക്കുന്നതില് വലിയൊരു ജീവിയാണ്. അപ്പൊ ബിഗ് എന്ന് പറയുമ്പോൾ അത് വലിയ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഇത് കുഞ്ഞുങ്ങള് കാണുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഇപ്പോ പറയുകയാണെങ്കിൽ ഒരു കളിപ്പാട്ട കുഞ്ഞിന് നമ്മൾ മേടിച്ചു കൊടുക്കും. അപ്പൊ ആ കളിപ്പാട്ടത്തിനെ കുറിച്ചിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യാണ്. 2 or 3 വാക്കുകളിലാണ് എന്ത് ചെയ്യുന്നത്, അവരത് ഐഡന്റിഫൈ ചെയ്ത് നമ്മളോട് പറയുന്നത്. പിന്നെ പ്രത്യേകം ഒരു കാര്യം, പ്രൊനൗൺസിയേഷൻ, പറയുന്ന വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണമെന്നില്ല. ഓക്കെ, ചിലപ്പോ ആന എന്ന് പറയുമ്പോ ആ മാത്രമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വലുത് എന്ന് പറയുമ്പോ വാ മാത്രമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ബലു എന്ന് മാത്രമായിരിക്കും വരുന്നത്. ഫുൾ ആയിട്ട് എന്ത് ചെയ്യണമെന്നില്ല, വരണമെന്നില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയാണ് കുഞ്ഞിന് ഐഡന്റിഫൈ അല്ലെങ്കിൽ ലേബൽ ചെയ്യേണ്ടതെങ്കിൽ ആ വ്യക്തിയുടെ പേര് കുഞ്ഞിന് ഫുൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കണമെന്നില്ല. ഷോർട്ട് ആയിട്ടായിരിക്കും കുഞ്ഞത് പറയുക. ഓക്കെ, നെക്സ്റ്റ്, ട്രൈസ് ടു ഇമിറ്റേറ്റ് സിമ്പിൾ വേർഡ്സ്. ഓക്കെ, അതായത് ഈ ഒരു പ്രായത്തില് കുഞ്ഞ് നമ്മൾ പറയുന്ന വേർഡ്സുകള് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ്സ് റിപ്പീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു വേർഡ് എന്ത് ചെയ്യും, അവരും പറയാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഡെയിലി ഒരു വീട്ടിലൊരു മീൻകാരൻ വരിക എന്ന് വിചാരിക്കാം. ഓക്കെ, ഫിഷോട്ട് ഒരാൾ വരിക എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന ഒരാളെ കുട്ടിക്ക് എന്താണ് ഡെയിലി പരിചയമുണ്ട്. അപ്പൊ അയാളുടെ പേര് നാണു എന്നാണെന്ന് വിചാരിക്കുക. നാണു എന്നുള്ള പേര് കുഞ്ഞ് ആ ഒരാള് വരുമ്പോൾ, അതായത് ടൈമൊക്കെ കുഞ്ഞിന് അറിയുന്നുണ്ടാവും. ചിലപ്പോ രാവിലെയാണ് ആ മീൻകാരൻ വരുന്നത്, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ആ ഒരു വീട്ടില് മീൻകാരൻ വരും. അപ്പൊ കുഞ്ഞ് പറയും, അതായത് ഒരാഴ്ചയൊക്കെ കുഞ്ഞ് ഈ ഒരു ആളെ തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാല് അയാളോട് നമ്മുടെ, അതായത് കുഞ്ഞിന്റെ പാരന്റ്സോ അല്ലെങ്കിൽ ഗ്രാൻഡ്മയോ ഗ്രാൻഡ്പയൊക്കെ പറയാണ് നാണു ഇന്ന മീൻ മതി, അല്ലെങ്കിൽ ഇന്ന് വേണ്ട നാണു എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ നാണു എന്നുള്ള പേര് കുഞ്ഞ് പറയാനായിട്ട് നോക്കും. എപ്പോ അയാള് വരുമ്പോ പറയും നാണു വന്നു, അല്ലെങ്കിൽ നാണു എന്ന് കുഞ്ഞ് പറയാനായിട്ട് നോക്കും. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ പല ഉദാഹരണങ്ങളും പറയാനുണ്ടാവും. കാരണം ഓരോ കുഞ്ഞുങ്ങളും എന്താണ് ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലെ രീതികൾ എന്താണോ അതനുസരിച്ച്, നിങ്ങൾ പറയുന്ന വേർഡ്സുകൾ എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും കുഞ്ഞു പറയുന്നത്. പുസൈലയുടെ വീട്ടിലെ കുഞ്ഞു പറയുന്ന ആ ഒരു വേർഡ് ആയിരിക്കില്ല രമ്യയുടെ വീട്ടിലെ കുഞ്ഞു പറയുന്നത്. രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ വിശക്കുന്നു എന്നൊക്കെ പറയുന്നതിന് ഇങ്ക് എന്നൊക്കെയാ കുഞ്ഞു പറയുന്നത്. അതൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും പറയുന്നത് തന്നെയാണ്. പക്ഷെ കുഞ്ഞു പറയുന്ന വേർഡ്സുകള് അത് ഫാമിലിയിലെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വൊക്കാബുലറി ഓഫ് 4 to 6 വേർഡ്സ്. അതായത് 4 തുടങ്ങി 6 വരെയുള്ള വൊക്കാബുലറി വേർഡുകൾ കുഞ്ഞു പറയാനായിട്ട് തുടങ്ങുന്ന ഒരു പീരീഡ് ആണിത് ഈ ഒരു 12 to 17 months. ഓക്കെ, ശരിയല്ലേ പറഞ്ഞത് രമ്യ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തൊക്കെയാണ് കുഞ്ഞ് വേറെ ചെയ്യുന്നത്? കുഞ്ഞിന് 17 മാസം, എത്രയാ പറഞ്ഞത്? കുഞ്ഞിന് എത്രയാ? 12 to 17. അല്ല മോളെ, കുഞ്ഞിന് എത്രയാ? മോളുടെ കുഞ്ഞിന് എത്രയാ പ്രായം? എത്രയാ രമ്യ? എന്റെ കുഞ്ഞിന്റെ ആണോ? അതെ, എന്റെ 3 months. 3 months ആയിട്ട്. ഓക്കെ. പിന്നെ നേരത്തെ ആരോ പറഞ്ഞല്ലോ 17 months, രാജിയാണോ അപ്പൊ പറഞ്ഞേ? അല്ലല്ല, എന്റെ കുട്ടികള് വലുതാ. അല്ലേ? 18 മാസം. സ്മൃതിയാണല്ലേ? ഓക്കെ. സ്മൃതി, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ? അതില്ല, അങ്ങനെയൊക്കെയാണ് അവൾ ചെയ്തിട്ടുള്ളത് ഇതുവരെ.
കറക്റ്റ് ആണ്. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടോ? കുഞ്ഞ് എന്തൊക്കെ വേർഡ്സ് ആണ് പറയുന്നത് ഇപ്പൊ? വേർഡ്സ് അവള് പിന്നെ പറയുന്ന ഒന്നും ഹലോ എന്ന് ഉപയോഗിക്കുക. അത് അച്ഛനവിടെ സ്ഥലത്തില്ല, അപ്പൊ മിക്കവാറും വിളിക്കും. ക്ലിയർ അപ്പം ആവില്ല. ആരെങ്കിലും ശ്രുതി ക്ലിയർ ആ ആവുന്നില്ല പറയുന്നത് കേട്ടോ. ഒന്നും കൂടി ഓക്കെ മാഡം, ആ അവള് കൂടുതൽ ഉപയോഗിക്കുന്ന ഹലോ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കും. ഹലോ. ആ അത് ഇവിടെ ഫോൺ ചെയ്യുന്ന അച്ഛനോട് സ്ഥലത്തില്ല, അപ്പൊ മിക്കവാറും ഫോൺ വിളിക്കും. അന്നേരം അവള് അത് ഉപയോഗിച്ചിട്ട് തോന്നുന്നു ചിലപ്പോ അതല്ലേ ആരെയും നമ്മളാരെയും തന്നെ ചിലപ്പോ പോകുമ്പോൾ ഹലോ എന്ന് വിളിക്കും. പിന്നെ അതുപോലെ മിസ് പറഞ്ഞ മീൻകാരനൊക്കെ വരുമ്പോ ഹലോ എന്ന് പറയും. ആ. അവൾക്ക് പരിചയമുള്ള ഇതായതുകൊണ്ട് അങ്ങനെ പറയുവോളെ. പരിചയമുള്ള ആരെങ്കിലും പിന്നെ വീട്ടിൽ വരുമ്പോഴൊക്കെ അങ്ങനെ അവരുടെ പേരൊക്കെ പറയാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു മീൻകാരൻ വന്നൊരു ഇത് പറഞ്ഞല്ലോ, അതുപോലെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ പേരായിട്ട് അങ്ങനെ അവള് ഉപയോഗിക്കാറില്ല. പിന്നെ ഇവിടെ അടുത്ത വീട്ടിലെ ആൾക്കാരെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മുറ്റത്തുനിന്ന് ശ്രദ്ധിക്കും. നമ്മളോട് അക്ഷരങ്ങളൂടെ കാണിച്ചു തരുമോ, പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ശ്രമിക്കുക അല്ലേ? ആ. ഓക്കെ. പിന്നെ പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു 6 വൊക്കാബുലറി വേർഡ്സ് 6 എണ്ണൊക്കെ വരെ പറയോ കുഞ്ഞ് പറയോ? ഇല്ല മാം, അവൾ അത്രയ്ക്ക് അങ്ങ് പറയാൻ തുടങ്ങിയിട്ടില്ല. പ്രൊനൗൺസിയേഷൻ കുഞ്ഞിന്റെ ക്ലിയർ ആണോ പറയുമ്പോ? ചിലത് മാത്രം. കുഴപ്പമില്ല അല്ലേ? ആയി വരുന്നല്ലേ പ്രൊനൗൺസിയേഷൻ? ആയി വരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. അതായത് കുഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുന്നു. അതുപോലെ തന്നെ 2 or 3 വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണെയോ ലേബൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങുമ്പോൾ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണം എന്നില്ല. പിന്നെ സിമ്പിൾ വേർഡ്സ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഫാമിലിയിലെ ഓരോരുത്തരും പറയുന്ന സിമ്പിൾ വേർഡ്സ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. അതുപോലെ തന്നെ 6 വേർഡ്സ് തുടങ്ങി, അതായത് 4 to 6 വരെയുള്ള വൊക്കാബുലറി വേർഡ്സ് പറയാനായിട്ട് കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ, നോട്ട് ചെയ്യുക കേട്ടോ. 12 to 17 months. മാമിന് ചെറിയ കുട്ടികളാണോ? ഇല്ല, ചെറിയ കുട്ടികൾ. എനിക്ക് ഒരു മോനുള്ളൂ, 11 വയസ്സ് കഴിഞ്ഞു. 6ലേക്ക് ആവാൻ പോകും. എഴുതിയോ? ഓക്കെ. നിങ്ങളൊക്കെ വേറെ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും വർക്കിന് പോകുന്നവരുണ്ടോ കൂട്ടത്തില്? ഇല്ല, ആരും തന്നെ ഇല്ല അല്ലെ? ഓക്കെ. ധന്യയുടെ വീട് എവിടെയാ? മാം ഞാൻ കണ്ണൂര് മയ്യിലെന്ന് പറയും. കണ്ണൂരാണോ? കണ്ണൂര്. കണ്ണൂര് അല്ലെ. രമ്യയുടെ രമ്യയോ? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. സ്മൃതി? വയനാട്. എറണാകുളം. വയനാട്. ഓ. രാജി? ഞാൻ കോട്ടയം കൈപ്പുഴ. ഏറ്റുമാനൂർ അല്ലെ. ഉസൈല?
കോഴിക്കോട്. എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട്. മാം എവിടെയാണത്? എറണാകുളം. എറണാകുളമാണ് കേട്ടോ. നെക്സ്റ്റ് ഏതാ നമ്മൾ പറയാൻ പോകുന്നേ? ഏതാ വരുന്നേ ഏജ് ഗ്രൂപ്പ്? 80 to 23 months. 23 months ആണ് അല്ലെ? ഓക്കെ, അതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, വൊക്കാബുലറി ഓഫ് 50 വേർഡ്സ്. അതായത് 50 വേർഡ്സിന്റെ വൊക്കാബുലറി കുഞ്ഞു പറയാൻ തുടങ്ങുന്നത് ഏതൊരു പ്രായത്തിലാ? 18 to 23 months കേട്ടോ. അതായത് കുഞ്ഞിന് പറയാൻ കഴിയുന്ന പല വാക്കുകളാണ് കേട്ടോ. അത് ഇന്ന വലിയ വലിയ വേർഡ്സ് ഒന്നും ആവണമെന്ന് നിർബന്ധമില്ല. കുഞ്ഞിന് ഡെയിലി കുഞ്ഞെന്താണ് ഒരു 50 വേർഡ്സ് വരെ പറയുന്നതാണ് പറയുന്നത്. അച്ഛ, അമ്മ എന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫാമിലിയിലെ അച്ഛൻ, പാരന്റ്സ്, അതുപോലെ ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ, പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവര്, അങ്ങനെയുള്ള, അതുപോലെ തന്നെ വീട്ടില് ഇപ്പോ പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും പേരുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള നെയിംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, ഈ 50 വേർഡ്സ് കുഞ്ഞ് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രൊനൗൺസിയേഷൻ ഈസ് ഓഫൺ അൺക്ലിയർ. ഇവിടെയും പറയുന്നുണ്ട് എന്താ, പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് എന്താ, ക്ലിയർ ആകണം എന്നില്ല. ഓക്കെ, അതായത് കുഞ്ഞിന് 2 വയസ്സായിട്ടില്ല കേട്ടോ. 23 months വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 2 വയസ്സ് കുഞ്ഞിന് തികച്ചായിട്ടില്ല. അപ്പൊ നമുക്ക് അറിയാലോ ആ കുഞ്ഞുങ്ങളുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് എന്താ, ക്ലിയർ ആകണം എന്നില്ല. ഓക്കെ, ആസ്ക് ഫോർ കോമൺ ഫുഡ്സ് ബൈ നെയിം. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. നമുക്കറിയാം അല്ലെ, കുഞ്ഞ് എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ടുള്ള ഫുഡ്സിന്റെ പേരെടുത്ത് പറയാൻ തുടങ്ങും. അതായത് കുഞ്ഞിനിപ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണം വേണമെങ്കിൽ, ഇപ്പോ എനിക്ക് എന്താ പറയാ, ആപ്പിള് വേണം, അല്ലെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് വേണം, എനിക്ക് ഐസ്ക്രീം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുഞ്ഞ് പേരെടുത്ത് പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നു ഫുഡ് വേണം എന്നുള്ള കാര്യം എന്താണ്, നമ്മളോട് പറയുന്നു അമ്മേ എനിക്ക് ഇന്ന ഫുഡാണ് വേണ്ടതെന്ന് കുഞ്ഞ് എന്താണ് നമ്മളോട് പറയാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു ഏജിലാണ്. ഓക്കെ, നെക്സ്റ്റ്, മേക്സ് അനിമൽ സൗണ്ട്സ് സച്ച് ആസ് മൂ. അതായത് മൂ എന്ന് പറയുന്ന അനിമൽ സൗണ്ട് കുഞ്ഞ് പറയാനായിട്ട് തുടങ്ങുന്നു, അത് കുഞ്ഞ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ പൂച്ചയെയോ അങ്ങനെയുള്ള ഇതിനൊക്കെ കാണുകയാണെങ്കിൽ എന്താണ്, ആ ഒരു സൗണ്ട് കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി വരും അല്ലെ. അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മ്യാവ് മ്യാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞെന്താണ് മൂ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, സ്റ്റാർട്ടിങ് ടു കമ്പൈൻ വേർഡ്സ് സച്ച് ആസ് മോർ മിൽക്ക്. അതായത് കമ്പൈൻ വേർഡുകൾ, 2 വേർഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എന്താണ് കുഞ്ഞ് സെന്റൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കമ്പൈൻ വേർഡ്സ് ആയിട്ട് പറയുന്നു. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ട്, മോർ മിൽക്ക്, അതായത് കൂടുതൽ പാല്. ഇപ്പൊ കുഞ്ഞിന് ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് കുഞ്ഞ് പറയാണ് ഇനിയും എനിക്ക് പാല് വേണം എന്ന് പറയാണ്. അത് ഇംഗ്ലീഷിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ കുഞ്ഞുങ്ങളോട് മലയാളത്തിലല്ലേ പറയാ. നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ മലയാളികളാണ്, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മലയാളത്തിലാ പറയാ അല്ലെ. കൂടുതൽ വേണം അല്ലെങ്കിൽ ഇനിയും വേണം എന്ന കുഞ്ഞെന്താണ് ആ 2 വാക്കുകളെ, ഇനി അല്ലെങ്കിൽ വേണം, അങ്ങനെ എന്താണ് 2 വാക്കുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്താണ് പറയാനായിട്ട് തുടങ്ങുന്നു. ഇവിടെ എക്സാമ്പിൾ മോർ മിൽക്കുന്ന കൊടുത്തിരിക്കുന്നത്, അതായത് കൂടുതൽ പാല് വേണം എന്നുള്ള അർത്ഥത്തിലാണ് ആ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു 2 വാക്കുകളായിരിക്കും. ചിലപ്പോ അച്ഛൻ പോയി, അല്ലെങ്കിൽ അമ്മ പോയി, അല്ലെങ്കിൽ എന്താണ് ആന വന്നു, അങ്ങനെയൊക്കെ എന്താണുള്ള, അതായത് 2 വേർഡ്സുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് കുഞ്ഞ് പറയാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ബിഗിൻസ് ടു യൂസ് പ്രോനൗൺസ് സച്ച് ആസ് മൈൻ. അതായത് കുഞ്ഞ് പ്രോനൗൺസ് പറയാനായിട്ട് ആരംഭിക്കുന്നു. പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മൈൻ എന്ന് പറഞ്ഞ മീനിങ് എന്റെ എന്നാണ്. അതായത് കുഞ്ഞിന് ഒരു തിരിച്ചറിവ് വരുന്ന കാലഘട്ടമാണത്. ഓക്കെ, അതായത് എന്റെ, അത് എന്റെയാണ്. ഇപ്പൊ ഈ കളിപ്പാട്ടം എന്റെയാണ്, അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് എന്റെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുഞ്ഞിന് ഉണ്ടാകാൻ തുടങ്ങുന്നത് ഈ ഒരു എന്താ പറയാ
18 to 23 months വരെയുള്ള ആ ഒരു പീരീഡിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോ ഈ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ചേച്ചിയോ ചേട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കളിപ്പാട്ടം വാങ്ങും, ഇവർക്കും കളിപ്പാട്ടം വാങ്ങും അല്ലെ. രണ്ടുപേർക്ക് ഈക്വലായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നേ. അപ്പോ ഈ കുട്ടിയുടെ ചേട്ടനോ ചേച്ചിയോ വന്ന് കുഞ്ഞിന്റെ കളിപ്പാട്ടം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ കുഞ്ഞ് സമ്മതിക്കില്ല ആ ഒരു പ്രായത്തിൽ അല്ലെ. കുഞ്ഞ് പറയും അതെന്റെയാണ്, എനിക്ക് വേണം എന്ന് പറഞ്ഞ് കുഞ്ഞ് എന്താണ് വാശി പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ കുഞ്ഞിനെ അറിയാം അത് എന്റേതാണെന്നുള്ളൊരു തിരിച്ചറിവ് കുഞ്ഞിന് വന്നു തുടങ്ങുന്നത് ഈ ഒരു പീരീഡിലാണ് കേട്ടോ. ഓക്കെ. യൂസസ് 2 വേർഡ് ഫ്രേസസ്. അതുപോലെ തന്നെ 2 പദവാക്യങ്ങൾ, അതായത് സെന്റൻസുകൾ മൊത്തമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ട് ആരംഭിക്കുന്നു. അതായത് 2 ഫ്രേസസ് വെച്ചിട്ടുള്ള 2 സെന്റൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ എന്താണ്, ഇതെന്റെയാണ്, ഇത് നിന്റെയല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ കളിപ്പാട്ടങ്ങളുടെ പേരിലാണല്ലോ കൂടുതലും ക്ലാഷും മറ്റും ഉണ്ടാവുന്നേ കുഞ്ഞുങ്ങൾ തമ്മില്. അപ്പോ ഇത് എന്റെയാണ് അല്ലെങ്കിൽ ഇത് നിന്റെതല്ല, അങ്ങനെയുള്ള വേർഡ്സുകൾ എന്ത് ചെയ്യുന്നു, പറയാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു പീരീഡിലാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വൊക്കാബുലറി ഓഫ് 50 വേർഡ്സ്, 50 വേർഡ്സ് ഉള്ള വൊക്കാബുലറി എന്ത് ചെയ്യാണ് കുഞ്ഞ് പറയാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആകണമെന്നില്ല. പിന്നെ നമ്മളോട് ഭക്ഷണം ചോദിക്കുന്നു അല്ലെ, നമ്മളോട് ഫുഡ് ചോദിക്കുന്നു. അത് കോമൺ നെയിമുള്ള ഫുഡുകളാണ്. ഇപ്പോ നേരത്തെ ഇതിന്റെ കാര്യം പറഞ്ഞത് ആ ഒരു ഇതിലാണ്. ഇത് ഈ ഒരു ഏജിൽ വരുമ്പോൾ കുഞ്ഞ് പേരിന്റെ, അതായത് ഭക്ഷണത്തിന്റെ പേര് എടുത്തു പറയാനായിട്ട് തുടങ്ങുന്നു. അതിന്റെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആണെന്നില്ല കേട്ടോ. ഇപ്പോ പാല് വേണം എന്ന് പറയുകയാണെങ്കിൽ കുട്ടി എന്താണ് പാ, അങ്ങനെയുള്ള പാ, അതായത് ആ പാ മാത്രം കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, പറയാനായിട്ടാണ് തുടങ്ങുന്നത്. ചില കുഞ്ഞുങ്ങള് ഈ ഒരു വയസ്സില് പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ തുടങ്ങും. മറ്റു ചില കുഞ്ഞുങ്ങളാണെങ്കിൽ സംസാരം, ഒരു ടോക്ക് എന്ന് പറയുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ കുട്ടികളിലും എന്താണ് ഡിഫറെന്റ് ആയിട്ടാണ് അവര് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അനിമൽ സൗണ്ട്സ് ഉണ്ടാക്കുന്നു. മൂ എന്ന് പറയുന്ന അനിമൽ സൗണ്ട്സ് കോമൺ ആയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന സൗണ്ട്സ് ആണ്. ആ സൗണ്ട്സ് എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ കമ്പൈൻ വേർഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യിച്ചുകൊണ്ട് കുഞ്ഞ് സെന്റൻസ് ആക്കാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ പ്രോനൗൺസ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട്, അതിന്റെ യൂസേജ് കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു പീരീഡിലാണ്. പ്രോനൗൺസിനോട് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് മൈൻ എന്നാണ്. അതായത് എന്റേത് എന്നുള്ള ആ ഒരു മീനിങ് കുഞ്ഞ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ 2 വേർഡ് ഫ്രേസസ് ഉപയോഗിച്ചുകൊണ്ട്, 2 പദവാക്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞ് സെന്റൻസ് ക്രിയേഷൻ നടത്തുന്നു. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ. എല്ലാവർക്കും ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? രമ്യ, രാജീവ്, സൈല, സ്മൃതി? ഇല്ല ഇല്ല. ശരിയല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? അതെ അതെ അതെ. ഉസൈല എന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? ഉസൈലയുടെ എക്സ്പീരിയൻസ് 18 to 23 മന്ത്സ് വരെയുള്ള ആ ഒരു ഏജ് നിങ്ങളും പറയണോട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ക്ലിയർ ആണ്. ക്ലിയർ ആണ്, അതെനിക്ക് മനസ്സിലായി. പറയാനുള്ളത് എന്താ? കുഞ്ഞ് എങ്ങനെയായിരുന്നു ഈ ഒരു ഏജില്? ഉസൈലയുടെ കുട്ടി എങ്ങനെയായിരുന്നു? ഉസൈല പോയോ? അതിന് ആള് പോയോ? ധന്യ ഒന്ന് പറയോ? ധന്യ എന്ത് മാം? ഒന്ന് പറയാമോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് തരുമോ? 18 to 23 മന്ത്സ്. ഇവിടെയുള്ള ഈ സ്ലൈഡിന് അതിന്റെ എക്സ്പ്ലെയിൻ പറയുന്നത് മാം? അതല്ല, ധന്യക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കുഞ്ഞെങ്ങനെയായിരുന്നു? സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്? ഇല്ല. ഉണ്ടായിരുന്നു. എല്ലാം ഇതുപോലെ സൗണ്ട്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ പേരെല്ലാം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ എന്ന് പറയും. പിന്നെ വാശി കാണിക്കും. അതൊക്കെ നമ്മൾ കളിക്കുന്ന സാധനം എല്ലാം ഇത് എന്റെ, ഇപ്പൊ മൂത്ത മോനുണ്ടല്ലോ, അപ്പൊ അവര് തമ്മിൽ
ഒരു അടി കൂടുന്ന പ്രായം കൂടിയേനും അത്. അപ്പൊ എന്തെങ്കിലും കളിക്കുന്നത് ഇവന്റെ ഏട്ടനെ എടുത്ത് വെക്കുമ്പം എല്ലാം എന്റേത് എന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങി വെക്കും. അങ്ങനെ മറ്റുള്ളവർക്കൊന്നും കൊടുക്കൂല. എല്ലാം ആ ഒരു സ്വാർത്ഥത കാണിക്കുന്ന പ്രായം കൂടിയായിരുന്നു അത്. മാം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാരും ഉണ്ടായിരുന്നു അല്ലേ? ആരാ? രാജി. നമ്മുടെ വീട്ടില് ഇതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിന് ബ്രൂ ബ്രൂ എന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്ന സൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ ഫുഡൊക്കെ കൊടുക്കുമ്പോ അത് കുറച്ച് മതി എന്ന് പറയും. പിന്നെ പിന്നെന്താ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഈ ഇപ്പൊ ആരെങ്കിലും അവരുടെ സാധനങ്ങൾ എടുത്താല് അത് എടുക്കരുതെന്നും പറഞ്ഞിട്ട് എടുത്ത് പാത്ത് വയ്ക്കുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 18 to 23 months. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്സേ. കഴിഞ്ഞല്ലേ? എല്ലാവരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് അടുത്തൊരു സ്റ്റേജ് വരുന്നത് 2 to 3 years തുടങ്ങിയുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എങ്ങനെയൊക്കെയാണെന്ന് വരുന്നത് കേട്ടോ. ഇനി നിങ്ങൾ നെക്സ്റ്റ് വീക്കിൽ എന്ത് ചെയ്യണം? എന്റെ ക്ലാസ് വരുമ്പോൾ രമ്യ പ്രയർ പാടണം കേട്ടോ. പ്രയർ രമ്യ. പിന്നെ സ്മൃതിയാണ് റോൾ പ്ലേ. ഓക്കെ. രണ്ടുപേരും ഞാൻ മറന്നു പോയാലും നിങ്ങൾ എന്നോട് പറയണം കേട്ടോ, ഇന്നത് ചെയ്യാനുണ്ടെന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? തിങ്കളാഴ്ച തിങ്കളാഴ്ച അറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരൂ കേട്ടോ. ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം.